ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് 67 എപ്പിസോഡ് ഞാൻ പറയുന്നില്ല, 68ാമത്തെ എപ്പിസോഡ് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്നൊക്കെ തുടങ്ങി. സോ ഗൈസ്, ആദിലും നൂറിയും ആ ഒരു കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പാട്ടിടുന്നതിന് മുമ്പ് എണീച്ചിട്ട് തുണികളൊക്കെ മാറ്റി വയ്ക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. പാട്ടിട്ട് കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു സ്ഥലത്ത് ആ ഒരു തുണിയൊക്കെ വിരിച്ചിടുന്നുണ്ട്. അതേമാതിരി തന്നെ വയ്ക്കുന്നുണ്ട്. ഇത് ഷാനവാസ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ സാബുചേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഷോട്ട് നമ്മളെ എണീച്ചിട്ട് ബിഗ് ബോസ് പാട്ടിടുന്നതിന് മുമ്പ് ഇതൊക്കെ മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നെവിന് പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ കൂടുതൽ വോട്ട് ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെവിന് പാത്രം മോടിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ബസർ സൗണ്ട് കഴിയുന്നവർ നീ പാത്രം മോടണം, അടുത്ത ബസർ കേൾക്കുന്നവർ നീ പാത്രം മോടണം എന്നാണ് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിട്ടുള്ളത്. ഇത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തീരുമാനിച്ചതാണ്. അങ്ങനെ നെവിനാണെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. കുറച്ച് പേര് അവിടെ പോയിട്ട് ഇതൊക്കെ ചൊറിയാൻ പോകുന്നുണ്ട്. അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. പോടി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. അങ്ങനെ ആ ഒരു പാത്രം മോഡൽ ടാസ്ക് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇവർക്ക് മോർണിംഗ് ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ബിഗ് ബോസ് ഇവർക്ക് മോർണിംഗ് ടാസ്ക്കാണ് കൊടുത്തിട്ട് ജനങ്ങൾ ഓർക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയുടെ പേരും ഓർക്കാൻ ഇടയില്ലാത്ത ഒരു വ്യക്തിയുടെ പേരുമാണ് പറയേണ്ടത്. ഇതാണെങ്കിൽ അനീഷാണ്. ആദ്യം തന്നെ ഷാനവാസാണ് പറയുന്നത്. ഈ ഒരു സുപ്രഭാതം മറ്റുള്ളത് മറിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. ഓർക്കാനിടയില്ലാത്തത് ലക്ഷ്മീൻ്റെ പേരാണ് ഈ ഒരു ഷാനവാസാണെങ്കിൽ പറയുന്നത്. അക്ബർ നെവിൻ്റെ പേരാണ് പറയുന്നത്. ഓർക്കാനിടയുള്ള മുഖം എന്ന് പറഞ്ഞാൽ നെവിനാണ് എന്നാണ് പറയുന്നത്. ഓർക്കാനിടയില്ലാത്തത് എന്ന് പറയുമ്പോൾ ലക്ഷ്മീൻ്റെ പേരാണ്. പുഞ്ചിരി പോലും ഇടുന്നില്ല, ആറ്റിറ്റ്യൂഡ് മറ്റുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. അടുത്തത് നെവിനാണ് പറയുന്നത്. നെവിനാണെങ്കിൽ അനിമോളാണ് എന്നാണ് പറയുന്നത്. നെവിൻ എവിടെയുണ്ട് അവിടെയുണ്ട് എന്നാണ്. ഇത് പേഴ്സണൽ ഗ്രഡ്ജൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു നെവിൻ സംസാരിക്കുന്നത്. ഓർക്കാനിടയില്ലാത്തത് എന്ന് പറയുമ്പോൾ നൂറയാണ്. നൂറിൻ്റെ പേരാണ്. പൊങ്ങി വരും, താന്നു പോകും എന്നൊക്കെയാണ് പറയുന്നത്. ആദില നൂറിൻ്റെ പേരാണ്. അനീഷ് ഓർക്കാനിടയുള്ളത് എന്നാണ്. രണ്ടുപേരെയും ഇമ്പാക്റ്റ് ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റി എന്നാണ് പറയുന്നത്. അത് സത്യമായ കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നാനുള്ള കാരണം. ഓർക്കാനിടയില്ലാത്തത് എന്ന് പറഞ്ഞാൽ ബിന്നിയാണ് ഓർക്കാനിടയില്ലാത്തത് എന്നാണ് പറയുന്നത്. ബിന്നി ഒരു ഇമ്പാക്റ്റ് നേടിയിട്ടില്ല എന്നൊക്കെയാണ് അനീഷ് കടന്ന് പറയുന്നത്. ലക്ഷ്മിയാണ് ഈ ഒരു നെവിൻ്റെ പേരാണ്. കൂടുതലും കോമഡി എൻ്റർടൈനർ ആണ് എന്നൊക്കെയാണ് ലക്ഷ്മി കടന്ന് പറയുന്നത്. ഇഷ്ടമല്ലാത്തത് എന്ന് പറയുന്നത് നൂറിൻ്റെ പേരാണ്. ഒരു ഇഷ്ടവും ഇല്ലാതെ ഇവിടെ കടന്ന് ആറ്റിറ്റ്യൂഡ് മറിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ടാസ്കുകൾ എല്ലാവരും അവരവരുടെ ഇഷ്ടപ്രകാരം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ടാസ്ക് കിടലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ വന്നിട്ടുള്ള ജയിൽ നോമിനേഷൻ, പിന്നെ ക്യാപ്റ്റൻസി, പിന്നെ ഒരു ടാസ്കും ഇവർ ചെയ്യുന്നുണ്ട്. ആദ്യം ഈ ഒരു ജയിൽ നോമിനേഷൻ പറയാം. ജയിൽ നോമിനേഷൻ്റെ ഉള്ളിലേക്ക് പോകുന്ന അനീഷും ഈ ഒരു ലക്ഷ്മിയുമാണ് ഉള്ളിലേക്ക് പോകുന്നത്. അടുത്ത ക്യാപ്റ്റൻസി ആയിട്ട് അനുമോൾ, ആര്യൻ, പിന്നെ സാബുമേനാണ് ഈ ഒരു നോമിനേഷനിൽ ഇടുന്നത്. ഇത് ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ലാലേട്ടൻ വന്നിട്ടായിരിക്കും ടാസ്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നാണ് എനിക്ക് തോന്നാനുള്ള കാരണം. പിന്നെ അടുത്തത് ജയിലിലേക്ക് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷും ലക്ഷ്മിയുമാണ്. പിന്നെ ഒരു ടാസ്കും ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടാസ്കിൽ വിജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ ടീമാണ് വിജയിക്കുന്നത്. അടുത്ത ടീം ഈ ആദിലയും ഈ ഒരു സാബുമേനും ചിരിക്കുന്നുണ്ട്. ചിരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്.